ഹായ് ഓൾ. നെക്സ്റ്റ് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഒരു പോർഷൻ നമുക്ക് ബാക്കിയുണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയം ഒരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ദ സ്റ്റേറ്റ് അറ്റ് വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആവുന്ന ഒരു സ്റ്റേറ്റ്, അതാണ് എന്ത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻ എ പ്ലസ് ബി റിവേഴ്സിബിൾ ആരോ സി പ്ലസ് ഡി. ഇതെന്താണ്? കോഎഫിഷ്യൻസ് ആണ്. എ ബി സി. സ്മോൾ ലെറ്റർ നമ്മുടെ നമ്പർ ഓഫ് മോൾസും, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് റിയാക്റ്റൻറ്റും ഇവിടെ പ്രോഡക്റ്റും ആണ്. അതായത് എ ബി എന്ന് പറയുന്നത് എന്താണ്? റിയാക്റ്റൻസ് ആണ്. ക്യാപിറ്റൽ സി ഡി എന്ന് പറയുന്നത് പ്രോഡക്റ്റ്സ് ആണ്. സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ് എ ബി സി ഡി. ഇതൊക്കെ എന്താണ്? എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എ റേസ് ടു എ ബി റേസ് ടു ബി. അതായത് നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ് ആണെന്ത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അവിടെ സോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് നമ്മൾ എന്താക്കും? പവർ ആയിട്ട് എഴുതണം. അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ഇത് കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ സി റേസ് ടു സ്മോൾ സി ആൻഡ് ക്യാപിറ്റൽ ഡി റേസ് ടു സ്മോൾ ഡി എന്ന് പറയാം. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആർ എഫ് ഈക്വൽ ടു എന്ത് എഴുതാം? ആർ എഫ് ഈക്വൽ ടു കെ എഫ്, അതായത് റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു, അതായത് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറുമ്പോൾ അവിടെ റേറ്റ് കോൺസ്റ്റൻറ്റ് വരുമല്ലോ. റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു കോൺസെൻട്രേഷൻ ഓഫ്, ഇങ്ങനെ വരും. അതേപോലെ ബാക്ക്വേർഡ് റിയാക്ഷൻ നമുക്ക് എങ്ങനെ? പ്രൊപ്പോർഷണാലിറ്റി ഇത് മാറ്റിയിട്ട് സൈൻ മാറ്റിയിട്ട് ഈ ഈക്വൽ സൈൻ എഴുതുമ്പോൾ എന്ത് ചെയ്യും? കെ ബി ബാക്ക്വേർഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി എന്ന് കിട്ടും. ഓക്കെ, സോ കെ എഫ് ബൈ കെ ബി എന്തായിരിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞു കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആണ്. സോ കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി. സോ കെ എഫ് ബൈ കെ ബി, അതായത് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡിവൈഡ് ബൈ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? സി റേസ് ടു സി കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഓക്കെ, കെ എഫ് ബൈ കെ ബി റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ റേഷ്യോ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി എന്ന് വിളിക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി, അതായത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഇതാണ് എന്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി. സോ അറ്റ് കെമിക്കൽ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ഇനി നമുക്കിതിനെ പ്രഷറിൻ്റെ ടേമിൽ എഴുതാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ, ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് പറഞ്ഞത് കെ സി. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ കെ പി ഈക്വൽ ടു, കോൺസെൻട്രേഷൻ്റെ ടേമിലല്ല പ്രഷറിൻ്റെ ടേമിൽ പറയണം. അപ്പോൾ പി സി ഓഫ് സി ഇൻറ്റു പി ഡി ഓഫ് ഡി ഡിവൈഡഡ് ബൈ പി എ ഓഫ് എ ഇൻറ്റു പി ബി റേസ് ടു ബി സ്മോൾ ലെറ്റർ ബി. ഓക്കെ, partial pressure of C, partial pressure of D
ഡിവൈഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഡിവൈഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ബി. അപ്പോൾ നമുക്ക് പ്രഷറിൻ്റെ ടേമിൽ പറയാം കെമിക്കൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ KP എന്ന് പറയാം. കോൺസെൻട്രേഷൻ്റെ ടേമിൽ പറയാം. കോൺസെൻട്രേഷൻ്റെ ടേമിലാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. പ്രഷറിൻ്റെ ടേമിലാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രഷർ എത്രയാണോ ഡിവൈഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ പ്രഷർ എന്ന് പറയാം. സോ KP യും KC യും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. KP ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ആണ്. KP ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ. അതായത് RT രണ്ടിൻ്റെയും പവറാണ് എന്ത് ഡെൽറ്റ എൻ എന്ന് പറയുന്നത്. അപ്പോൾ KP ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ. R ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ, ഡെൽറ്റ എൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ആണ്. KP യും KC യും തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇക്വിലിബ്രിയം ലോ. ഇക്വിലിബ്രിയം ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് കെമിക്കൽ ഇക്വിലിബ്രിയം റിയാക്ഷൻസ്, 2 ഇക്വിലിബ്രിയം റിയാക്ഷൻസ് തമ്മിൽ സമ്മേഷൻ നടത്തുവാണ്. 2 ഇക്വിലിബ്രിയം റിയാക്ഷൻസ്, അതായത് 2 റിവേഴ്സിബിൾ റിയാക്ഷൻസ് തമ്മിൽ സമ്മേഷൻ 2 ആഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഓവറോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ. അതേപോലെ രണ്ടെണ്ണം തമ്മിൽ സബ്സ്ട്രാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ 2 റിവേഴ്സിബിൾ റിയാക്ഷൻസ് തമ്മിൽ, 2 കെമിക്കൽ ഇക്വിലിബ്രിയം റിയാക്ഷൻസ് തമ്മിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഓവറോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തേതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് K1 ഡിവൈഡഡ് ബൈ രണ്ടാമത്തേതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ. ഇനി മൂന്നാമത്തത് നമ്മൾ ഇഫ് ദർ ഇസ് എ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് നമ്മൾ ആ ഒരു റിയാക്ഷനെ, ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം റിയാക്ഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ നമ്പർ n എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഒരു റിയാക്ഷനെ മൊത്തം നമ്മൾ n എന്നൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓവറോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ആ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് മീൻസ് ഓവറോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ആ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റേസ് ടു n ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട്, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. If K1 and K2, if the chemical equation is divided by a number, if ഒരു ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ഒരു നമ്പർ വഴി, ഡിവൈഡഡ് ബൈ എ നമ്പർ n എന്ന നമ്പർ ഉപയോഗിച്ച് ഒരു റിയാക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ആദ്യത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റേസ് ടു 1/n ആയിരിക്കും. അഞ്ചാമത്തത് if K1 and K2 are മീൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. അതായത് സമ്മേഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഒരു 2 കെമിക്കൽ ഇക്വേഷൻസിനെ, ഇക്വിലിബ്രിയത്തിലുള്ള 2 റിയാക്ഷനെ നമ്മൾ ആഡ് ചെയ്താൽ ആ ഓവറോൾ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K എന്ന് പറയുന്നത് ആദ്യത്തെ റിയാക്ഷൻ്റെ കോൺസ്റ്റൻറ്റ് ഇൻറ്റു രണ്ടാമത്തെ റിയാക്ഷൻ്റെ കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഇനി 2 റിയാക്ഷൻസ് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുവാണെങ്കിൽ അവിടെ ഓവറോൾ കെമിക്കൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ രണ്ടാമത്തേതിൻ്റെ ചെയ്യണം. ഇനി ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് നമ്മൾ n എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓവറോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ആ ഇക്വേഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് റേസ് ടു n ആയിരിക്കും. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ K1 റേസ് ടു 1/n ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്താൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K1 ആൻഡ് K2 ഫോർ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം റിയാക്ഷൻസ്. അതായത് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ NO ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. NO പ്ലസ് ഹാഫ് O2 കെമിക്കൽ റിവേഴ്സിബിൾ ആരോ K1 NO2. ഒന്നാമത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K1 ആണ്. രണ്ടാമത്തെ റിയാക്ഷൻ 2NO2 gives K2 2NO plus O2. അപ്പോൾ രണ്ടാമത്തേതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K2 ആണ്. ഓക്കെ. അപ്പോൾ
ആദ്യത്തേതിൻ്റെതും രണ്ടാമത്തേതിൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ആദ്യത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? സോ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിലുള്ള ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് 1 എന്നും സെക്കൻഡ് ഇക്വേഷന് 2 എന്നും കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ പോലെ സെക്കൻഡ് ഇക്വേഷനെ നമുക്ക് മാറ്റാൻ പറ്റൂലേ? സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ മാറ്റാം? ഇതിനെ നമുക്ക് ബാക്ക്വേർഡായിട്ട് എഴുതാം, അതായത് തിരിച്ചെഴുതാം. തിരിച്ചെഴുതുമ്പോൾ ഇത് എങ്ങനെ എഴുതാൻ പറ്റും? 2NO + O2 gives 2NO2 എന്ന് എഴുതാം. 2NO + O2 gives 2NO2. അപ്പോൾ ഈ റിയാക്ഷനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഇതിനെ ഇങ്ങോട്ടേക്ക് എഴുതുമ്പോൾ ഇത് എന്തായിട്ട് മാറും? K2⁻⁻1 ആയിട്ട് മാറും അല്ലേ? K2⁻⁻1 ആയിട്ട് മാറും. കാരണം ഇങ്ങോട്ട് പോകുമ്പോൾ K2 ആണ്, തിരിച്ചു വരുമ്പോൾ K2⁻⁻1 ആണ്. അപ്പോൾ ബാക്ക്വേർഡായിട്ട് നമ്മൾ എഴുതി സെക്കൻഡ് റിയാക്ഷൻ 2 ബിക്കംസ്. എന്നിട്ട് ഈ സെക്കൻഡ് റിയാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിട്ട് മാറും? NO + 1/2 O2 gives NO2 എന്നായിട്ട് മാറും. അപ്പോൾ K2⁻⁻1നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. K2ന് K1 ഈക്വൽ ആവണമെങ്കിൽ എന്താവണം? K1 ഈക്വൽ ടു എന്താവണം? K2⁻⁻1നെ നമ്മൾ 1/2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ (1/2) എന്ന് കൊടുക്കണം. നേരത്തെ നമ്മളിവിടെ പറഞ്ഞു ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ്, മീൻസ് 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് (1/2) എന്ന് കൊടുക്കണം. അതായത് 1/2 കൊണ്ടല്ല, 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ (1/2) എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2⁻⁻1 എന്നാണ് മാറ്റി എഴുതിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആക്കി തിരിച്ചെഴുതി, ഇതേപോലെ വരാൻ വേണ്ടി, ഫസ്റ്റ് ഇക്വേഷൻ്റെ പോലെ ആക്കാൻ വേണ്ടിയിട്ട്. സെയിം ആയില്ലേ? സെക്കൻഡ് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ K2⁻⁻1 എന്നായി. അതായത് 1/K2⁻⁻1 എന്നായി. 1/K2⁻⁻1 എന്നായി അല്ലേ? 1/K2⁻⁻1 അതിനെ നമുക്ക് തിരിച്ച് അപ്പോൾ K1 = 1/K2⁻⁻1 എന്നായി. അല്ലെങ്കിൽ നമുക്കതിനെ തിരിച്ചെങ്ങനെ എഴുതാം? K1² = 1/K2 എന്ന് എഴുതാം അല്ലേ? ഇതിനെ രണ്ടിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ K1² = 1/K2 എന്നാവും. അപ്പോൾ നമുക്കതിനെ റിലേറ്റ് ചെയ്യാം. അത് ഓപ്ഷൻസിൽ ചിലപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ തരും. ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ തന്നെ തരും, K1 = 1/K2⁻⁻1. അപ്പോൾ നമുക്ക് ഈസിയായി. ചിലപ്പോൾ അവർ തിരിച്ചിട്ട് തരും. അപ്പോൾ ഇതേപോലെ തരും K1². ഇതിനെ തന്നെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇത് കിട്ടൂലേ? ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വേറെ എങ്ങനെ എഴുതാം? K2 = 1/K1² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതൊന്ന് തിരിച്ചു മറിച്ചവർക്ക് ഓപ്ഷൻ തരുക. സെയിം കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ടും, ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും എങ്ങനെ റിലേറ്റഡ് ആണെന്ന് എഴുതാൻ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാം ആദ്യം. എന്നിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തിയത് അതിനനുസരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ആൻസർ കിട്ടും. കുറച്ചുകൂടെ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നെക്സ്റ്റ് എക്സാമ്പിൾ ചെയ്യാം. HCF6 plus H2O gives K1 HCOF4 plus 2HF. HCO4 plus HCF6 gives K2 ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. HCOF4 plus HCO3F2. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. Then equilibrium constant for HCO4 plus 2HF gives HCO3F2 plus H2O is. Okay, അതായത്
രണ്ട് ഇക്വേഷൻസ് തന്നിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ്റെ ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷന് എന്തെങ്കിലും സം ചെയ്താലോ സബ്സ്ട്രാക്ട് ചെയ്താലോ എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ മാറ്റാം? രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്ത് നോക്ക്. അപ്പോൾ എന്ത് കിട്ടും? 2 - 1 ചെയ്ത് നോക്ക്. 2 - 1 ഇൻ പ്ലേസ്. ആദ്യം റിയാക്റ്റൻ്റ് പോർഷൻസ് മൈനസ് ചെയ്യാം. അപ്പോൾ XeO4 പ്ലസ് XeF6 മൈനസ് XeF6 മൈനസ് H2O. റിയാക്റ്റൻ്റ് പാർട്ട് മൈനസ് ചെയ്തു. ഇനി പ്രൊഡക്റ്റ് പാർട്ട് മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? XeOF4 പ്ലസ് XeO3F2. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ്റെ പ്രൊഡക്റ്റ് മൈനസ് ഒന്നാമത്തെ ഇക്വേഷൻ്റെ പ്രൊഡക്റ്റ് XeOF4 മൈനസ് 2HF അല്ലേ? ഇങ്ങനെ കിട്ടി. നെക്സ്റ്റ് ഇതിൽ നിന്ന് XeF6ഉം XeF6ഉം മൈനസ് ചെയ്ത് കളഞ്ഞൂടെ? കളയാം. പിന്നെ ഇവിടെ കളയാൻ പറ്റിയിട്ടുള്ളത് XeO3F6 ഉണ്ട്, XeOF4ഉം മൈനസ് XeOF4ഉം കളയാൻ വേണ്ടി പറ്റും. അപ്പോൾ XeO4 ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടെ ബാക്കിയുള്ളത് XeO4 ഉണ്ട്, മൈനസ് H2O ഉണ്ട്, XeO3F6 ഉണ്ട്, മൈനസ് 2HF ഉണ്ട്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ തേർഡ് ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റുമോ നോക്ക്. എന്ത് ചെയ്താൽ മതി? XeO4 അവിടെ തന്നെ വെക്കാം. അപ്പുറത്തുള്ള മൈനസ് 2HFനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് പ്ലസ് 2HF ആയിട്ട് മാറും അല്ലേ? ഇവിടെയുള്ള മൈനസ് H2O അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് H2O ആയിട്ട് മാറും. സോ XeO3F2 പ്ലസ് H2O എന്നായി മാറും. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ 3 കിട്ടി അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത് അല്ലേ? അപ്പോൾ ഇക്വേഷൻ 3 കിട്ടി. സോ 2 - 1 എഴുതാൻ മതി. അതായത് പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് എന്താണ്? ഈ 2ൽ നിന്ന് 1 മൈനസ് ചെയ്തതാണ്. നമ്മൾ പറഞ്ഞിട്ട് സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? K1 / K2. അതായത് ഏതിൽ നിന്നാണോ മൈനസ് ചെയ്തത് അത് ഫസ്റ്റ് എഴുതണം. സോ K2 / K1 എന്നായിട്ട് മാറും. K2 / K1 ആയിട്ട് മാറും. സോ ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല തൽക്കാലം. ഇത് മാത്രമാണ് ആൻസർ. K = K2 / K1. സോ ഏതിൽ നിന്നാണോ ഏത് മൈനസ് ചെയ്തത് അത് ന്യൂമറേറ്ററിൽ എഴുതണേ, അതായത് K1 / K2 എന്ന് എഴുതരുത്. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തെ K1ൽ നിന്ന് K2 മീൻസ് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനാണ് മൈനസ് ചെയ്തതെങ്കിൽ K1 / K2. ഇത് രണ്ടാമത്തേതിൽ നിന്ന് ഒന്നാമത്തത് മൈനസ് ചെയ്തപ്പോൾ K2 / K1. അപ്പോൾ മൈനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ആയിട്ടാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുക. സോ ഓവറോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 / K1 ആണ്. സോ സമ്മേഷൻ ആണെങ്കിൽ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതും. സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് എഴുതും. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ ഇതേപോലത്തെ എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്ത് മാറ്റി എഴുതാൻ വേണ്ടി അറിഞ്ഞാൽ മതി. സോ ഫോർ ദ റിയാക്ഷൻ N2 + 3H2 ഗീവ്സ് 2NH3. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഫസ്റ്റ് ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? സെയിം ആണിത്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എങ്ങനെ സെക്കൻഡ് ഇക്വേഷൻ ആക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ ആക്കുക? ഫസ്റ്റിനെ നമ്മൾ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെക്കൻഡ് ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും അല്ലേ? അപ്പോൾ ഈ Kനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മീൻസ് ഫസ്റ്റ് ഇക്വേഷനെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഡിവൈഡഡ് ബൈ എ നമ്പർ n, ഒരു n കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? K1 raised to ഓക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഒന്നെങ്കിൽ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എല്ലാത്തിനെയും, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു തന്നെ എടുക്കാം. ഇത് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റേസ് ടു 1 ബൈ ആ നമ്പർ എഴുതണം. സോ
k⁻², എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? k⁻², എന്ന് പറഞ്ഞാൽ √k. അതാണ് എന്ത്? രണ്ടാമത്തേതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് √k ആണ്. ഓക്കെ, ഇതെങ്ങനെ മനസ്സിലാക്കിയ? ഫസ്റ്റ് ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കാണേണ്ടത്. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിലുള്ള റിലേഷൻ എന്താ? ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. 2 ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എ നമ്പർ n. n എന്നൊരു നമ്പറോട് ഡിവൈഡ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവും? k⁻1/n ആവും. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് k⁻1/2 ആയി. ഓക്കെ, അങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണുന്നത്. നെക്സ്റ്റ് ഒരു ഇക്വേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും ഇതെങ്ങനെയാണ് ഈ ഇക്വിലിബ്രിയം ലോ വെച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഇക്വേഷൻ 1 CO + H2O gives CO2 + H2. ഇത് ഇക്വേഷൻ 1 ആണ്. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1. രണ്ടാമത്തത് CH4 + H2O gives K2/CO + 3H2. അത് ഇക്വേഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് K1, ഇത് K2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തേർഡ് ഒരു ഇക്വേഷൻ തരാം. CH4 + 2H2O gives CO2 + 4H2. ഈ മൂന്നാമത്തെ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷനിൽ നിന്ന് ഈ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടുമോ നോക്ക്. ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇത് കിട്ടൂലേ? നോക്ക്, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുമോ എന്നുള്ളതൊന്ന് നോക്കി നോക്ക്. രണ്ടും 1ഉം 2ഉം ആഡ് ചെയ്ത് നോക്ക്. 1 + 2 ആഡ് ചെയ്താൽ ആ ഇക്വേഷൻ എന്ത് കിട്ടും? CO + അത് റിയാക്ടൻസ് മൊത്തം ആഡ് ചെയ്യും. CO + H2O, CH4 + H2O gives, ഇനി പ്രൊഡക്റ്റ് ആഡ് ചെയ്യും. CO2 + H2 + CO + 3H2. ഓക്കെ, ഈ സൈഡിലൊരു CO ഈ സൈഡിലെ CO ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ അവിടെ ബാക്കിയുള്ള എന്താ? CH4 + H2O + H2O എത്രയാണ്? 2H2O gives CO2 + H2 + 3H2 എത്രയാണ്? 4H2. അത് തന്നെയല്ലേ നമ്മളെ തേർഡ് ഇക്വേഷൻ വരുന്നത്. സോ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും സമ്മേഷൻ നടത്തിയാൽ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവും? സമ്മേഷൻ ആണെങ്കിൽ ആദ്യത്തേതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു രണ്ടാമത്തേതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ഈ, അതായത് K1 × K2 ആണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരിക. സോ ആൻസർ എത്രയാണ്? ഓവറോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് = K1 × K2 ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കാരണം ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ സമ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവും? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ നമുക്ക് ഓവറോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. സോ നമ്മൾ ഏകദേശം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ അത്രയാണ് എന്ത് എക്സാമ്പിൾസ് ഇക്വിലിബ്രിയം ലോയിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇങ്ങനെ ഏത് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിൻ്റെ ഓവറോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറ്റണം. ഓക്കെ, അത് ആ റിലേഷൻ അത് മൾട്ടിപ്ലൈ ചെയ്താലോ റീഅറേഞ്ച് ചെയ്താലോ സമ്മേഷൻ ചെയ്താലോ ഒക്കെ നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ മതി. നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ഇൻ്റഗ്രേറ്റഡ് റിലേഷൻ log K - ΔH/RT + ΔS/R. ഇതാണെന്ത്? ഇതിൻ്റെ റിലേഷനിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. എൻതാൽപ്പിയും എൻട്രോപ്പിയും ഒക്കെ തമ്മിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ടുള്ള റിലേഷനാണ്. എന്താണ്? log K = -ΔH/RT + ΔS/R. ഓക്കെ, അത് എന്താണ്? ഇതൊരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആക്കിക്കോ. y = mx + c എന്ന ഫോമാറ്റിൽ എഴുതി നോക്ക്. അപ്പോൾ ഒരു ഗ്രാഫ് വരക്കാം. y ആക്സിസിൽ log K എടുക്കാം, x ആക്സിസിൽ എന്തെടുക്കുക? 1/t എടുക്കാം. സോ 1/t എടുത്താൽ -ΔH/R ആണ് ഇത് സ്ലോപ്പ് വരിക അല്ലേ? എക്സിന് പകരമാണ് 1/t, എമ്മിന് പകരം -ΔH/R. അപ്പോൾ സ്ലോപ്പ് സ്ട്രേറ്റ് ലൈൻ ആണ് വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. സ്ലോപ്പ് = -ΔH/R വരും. y ഇന്റർസെപ്റ്റ് എത്ര വരും? y ഇന്റർസെപ്റ്റ് വൈയിൽ മുട്ടുന്ന ഭാഗം ΔS/R അല്ലേ? സിക്ക് പകരം ΔS/R. ഓക്കെ, സോ ഒരു സ്ട്രേറ്റ് ലൈൻ ഇപ്പം log K വേഴ്സസ് 1/t ഗ്രാഫ് ആണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. അതിന് സ്ലോപ്പ് ΔH/R ആണ്, y ഇന്റർസെപ്റ്റ് ΔS/R ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തെർമോഡൈനാമിക് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഈ റിലേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ 2 ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും.
ലോഗ് K2 ഡിവൈഡഡ് ബൈ K1, രണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഡെൽറ്റ എച്ച് ബൈ ആർ ഇൻറ്റു 1/T1 മൈനസ് 1/T2, ഈ ഇക്വേഷൻ കൂടെ പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഡെൽറ്റ എച്ചും ലോഗ് കെയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. ഇത് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ലോഗ് K2 ബൈ K1 ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ആർ ഇൻറ്റു 1/T1 മൈനസ് 1/T2. ഈ റിലേഷനൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ രണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒക്കെ തന്നിട്ട് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറും തന്നിട്ട് എന്താൽപ്പി കാണാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിനൊക്കെ പഠിക്കുന്നുണ്ട്. ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, അതായത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്ത് കൂടും, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഒരു റിയാക്ഷനിൽ ഒരു ചേഞ്ച് നമ്മൾ വരുത്തിയാൽ ആ ചേഞ്ചിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അത് ശ്രമിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു റിയാക്റ്റൻറ്റ് എ എന്ന് ബിയിലേക്ക് പോകുന്നു. ഇപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടിയാൽ എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ, ഈ കോൺസെൻട്രേഷൻ കുറക്കാനുള്ള ഒരു ശ്രമം ഇത് നടത്തും. അപ്പോൾ ഞാൻ റിയാക്റ്റൻറ്റിൽ കുറേ റിയാക്റ്റൻറ്റ് കൂട്ടി കൊടുത്തു വിചാരിച്ചു. അപ്പോൾ ഇത് കുറക്കാനുള്ള ശ്രമം ഈ റിയാക്ഷൻ നടത്തും. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് വേഗം റിയാക്ഷൻ നടക്കും സ്പീഡിൽ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. കാരണം അത് കുറക്കാനുള്ള ശ്രമം നടത്തും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ട് കുറക്കാനുള്ള ശ്രമം നടത്തും. ഇനി പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് ഞാൻ കൂട്ടിക്കൊടുക്കുന്നതെങ്കിലോ, പ്രൊഡക്റ്റിൻ്റെയാണ് കൂട്ടിക്കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ നടക്കും. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഇതൊക്കെ ലേഷാറ്റ്ലിയർ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. അതൊന്നുകൂടെ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കൂട്ടുന്നതെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കൂട്ടുന്നതെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂട്ടും. ഈ പ്രഷർ കൂട്ടി കൊടുത്താലോ, നമ്പർ ഓഫ് മോൾസ് റേറ്റ് ഇൻക്രീസസ് ടുവാർഡ്സ് വേർ ദ നമ്പർ ഓഫ് മോൾസ് ഈസ് ഹയർ. നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യും? റേറ്റ് നടക്കും. പ്രഷർ കൂട്ടുവാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള ഭാഗത്തേക്ക് നടത്തും. ഇനി ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് കൂടും. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടും. ഇത് നമ്മൾ ബേസിക് ആയിട്ട് 10ാം ക്ലാസ് പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നില്ല ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിളൊന്നും. കോൺസെൻട്രേഷൻ കൂട്ടിയാൽ, അതുപോലെ പ്രഷർ കൂട്ടിയാൽ, പിന്നെ ടെമ്പറേച്ചർ കൂട്ടിയാലൊക്കെ എന്ത് സംഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് സംഭവം, അതത്രയേ ഉള്ളൂ. അത് സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വേരിയേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഓഫ് സെർട്ടൈൻ റിയാക്ഷൻ വിത്ത് ടെമ്പറേച്ചർ ഈസ്. ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. 3 + 2 × 10⁴/T എന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ R = 8.3 എന്ന് തന്നിട്ടുണ്ട്. ജൂൾ പെർ കെൽവിൻ പെർ മോൾ. വാല്യൂസ് ഓഫ് ഡെൽറ്റ എസ് ആൻഡ് ഡെൽറ്റ എച്ച് എന്തൊക്കെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഡെൽറ്റ എച്ചിൻ്റെയും എസിൻ്റെയും വാല്യൂ കാണും. ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂലേ? ഏതായിരുന്നു ആ ഇക്വേഷൻ? ലോഗ് K = മൈനസ് ഡെൽറ്റ എച്ച് ബൈ ആർ ടി പ്ലസ് ഡെൽറ്റ എസ് ബൈ ആർ. ഇങ്ങനെ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് രണ്ടും കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ലോഗ് K = 2 × 10⁴/T + 3 എന്ന് എഴുതാം. സോ ഇത് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി എഴുതി. അപ്പോൾ 3ക്ക് പകരം എന്താണ്? ഡെൽറ്റ എസ് ബൈ ആറിന് പകരമാണ് 3. ഡെൽറ്റ എസ് ബൈ ആർ = 3 ആണെങ്കിൽ ഡെൽറ്റ എസ് എത്രയായിരിക്കും? 3R ആയിരിക്കും. അതായത് 3 × 8.3 എത്ര കിട്ടും? 3 × 8.3 എന്ന് പറയുമ്പോൾ ഒരു 24.9 അടുത്ത് കിട്ടും. ഓക്കെ, ഇനി ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എച്ച് ബൈ ആർ ടിക്ക് പകരമാണ് എന്ത്? 2 × 10⁴/T എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ ഓർമ്മ തരണം. അതുമായി റിലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. സോ ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? -2 × 10⁴ × 8.3 ചെയ്ത് കഴിഞ്ഞാൽ -166 കിലോ ജൂൾ പെർ മോൾ. കിലോ ജൂളിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ കിലോ ജൂൾ പെർ മോൾ കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് ആൻസർ. ഇതൊന്നുമില്ല, ഈ ഇക്വേഷനിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും കാണാനാണ് പറഞ്ഞത്. നമുക്ക് ഓൾറെഡി ഇതേപോലെയുള്ളൊരു ഇക്വേഷൻ ഇതാണെന്ന് അറിയാം. സോ അത് ജസ്റ്റ് എന്ത് ചെയ്യുക? റിലേറ്റ് ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് എഴുതിയാൽ മതി. സോ സിമിലർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും, ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം അതുകൊണ്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ്
ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അതായത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഡിസോസിയേറ്റഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഡിസോസിയേറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒരു എത്ര മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഫ്രാക്ഷൻ മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണാനുള്ള റിലേഷൻ ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും, ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഒരു റിലേഷനാണ് നെക്സ്റ്റ്. അപ്പോൾ ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം കഴിയും. ഓക്കെ, അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ ആൻഡ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെയും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയും തമ്മിലുള്ള റിലേഷൻ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഇപ്പോൾ ഒരു റിയാക്ഷൻ ഉള്ളത് PCl5 പ്ലസ് PCl5 ഗീവ്സ് PCl3 പ്ലസ് Cl2, എല്ലാം ഗ്യാസാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം ഇനീഷ്യലി ഇത് 1 എമൗണ്ട് ഉണ്ട്, ഇത് രണ്ടും 0 ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇത് 1 ഉണ്ട്, ഇത് രണ്ടും 0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫ്രാക്ഷൻ, ടോട്ടൽ ഫ്രാക്ഷൻ എത്ര ആയിരിക്കണം? എപ്പോഴും 1 ആയിരിക്കണം. ടോട്ടൽ ഫ്രാക്ഷൻ 1 ആയിരിക്കണം. സോ ഇനീഷ്യലി റിയാക്ടൻ്റ് 1 ആണ്, പ്രൊഡക്ട്സ് ഉണ്ടായിട്ടില്ല. ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ഇതെന്തായിട്ട് മാറിയിട്ടുണ്ട്? ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്രാക്ഷൻ ആൽഫ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ 1 മൈനസ് ആൽഫ. ഇപ്പോൾ 2 ആൽഫ ഫ്രാക്ഷൻസ് പ്രൊഡക്റ്റ് പോയിട്ടുണ്ട്. സോ ഇത് എത്രയായിട്ടുണ്ട്? 1 മൈനസ് ആൽഫ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ KP ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ കേസ് ഓഫ് പ്രഷർ P എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഓഫ് PCl3, പ്രൊഡക്റ്റിൻ്റെ പ്രഷർ PCl2 ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് PCl5, റിയാക്റ്റൻറ്റിൻ്റെ പ്രഷർ. അപ്പോൾ പ്രഷർ ഓഫ് PCl3, PCl3 എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇൻറ്റു പ്രഷർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, അതായത് ഫ്രാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഫ്രാക്ഷൻ എത്രയാണ്? ആൽഫ ഡിവൈഡ് ബൈ PCl3 എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് പ്രഷർ കാണേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷൻ എത്ര മോൾസ് ഉണ്ട് ഇൻറ്റു പ്രഷർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇങ്ങനെയാണ് കാണേണ്ടത് ഓരോ പ്രഷർ. ഇപ്പോൾ നമ്മൾ ആദ്യം ഇത് എത്ര ഫ്രാക്ഷൻ ഉണ്ട് ഇനീഷ്യലി, ആഫ്റ്റർ പർട്ടിക്കുലർ ടൈം ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷറിൻ്റെ ഉള്ള ഇക്വേഷൻ എഴുതി. അതിൽ പ്രഷർ ഓഫ് PCl3, പ്രഷർ ഓഫ് PCl2, പ്രഷർ ഓഫ് PCl5 സെപ്പറേറ്റ് കണ്ടിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പ്രഷർ ഓഫ് PCl3 കാണാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫ്രാക്ഷൻ PCl3 എത്രയുണ്ട്? ആൽഫ ഉണ്ട്, ഇൻറ്റു P, ആൽഫ ഇൻറ്റു P ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയുണ്ട്? ടോട്ടൽ 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ, അതായത് 1 പ്ലസ് ആൽഫ. സോ ആൽഫ P ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, പ്രഷർ ഓഫ് PCl2 ഇതേപോലെ കണ്ടു നോക്കിയാൽ നമുക്ക് ഇതേപോലെ കിട്ടും. ആൽഫ P ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ കിട്ടും. ഇനി പ്രഷർ ഓഫ് PCl5 എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ. PCl5 എത്ര ഫ്രാക്ഷൻ ഉണ്ട്? 1 മൈനസ് ആൽഫ ഫ്രാക്ഷൻ ഉണ്ട്. ടോട്ടൽ ഫ്രാക്ഷൻ 1 പ്ലസ് ആൽഫ ഇൻറ്റു P. ഓക്കെ, ഇനി ഇത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ KP ഈക്വൽ ടു എന്താവും? ആൽഫ P ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ P ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു P. ഓക്കെ, സോ ഇത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ സ്ക്വയർ P ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു 1 മൈനസ് ആൽഫ. കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും KP. അതായത് ആൽഫ സ്ക്വയർ P ഡിവൈഡ് ബൈ 1 സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. 1 മൈനസ് 1 സ്ക്വയറിന് നമുക്ക് 1 തന്നെ എഴുതാം. 1 പ്ലസ് ആൽഫ 1 മൈനസ് ആൽഫ നമുക്ക് 1 മൈനസ് ആൽഫ സ്ക്വയറിന് എഴുതിക്കൂടെ? ഓക്കെ, സോ അതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ആൽഫ സ്ക്വയർ P ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഡിസോസിയേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തമ്മിലുള്ള റിലേഷൻ. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? PCl3 എത്ര ഫ്രാക്ഷൻ ഉണ്ട് അതാണ് ആൽഫ ഇൻറ്റു P ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പറയുമ്പോൾ ആൽഫ മൈനസ് P ആൽഫ. ഓക്കെ, ഇതുപോലെ നമുക്ക് കുറേ ഇക്വേഷൻസിൻ്റെ ഡിഗ്രി ഓഫ് ഇത് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷൻസിൻ്റെയൊക്കെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇതുപോലെ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഓരോ ഇതേപോലെ റിയാക്ഷൻസ് എടുത്തിട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻസ് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ.